നമസ്കാരം. വടക്കേ ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെത്തിയ ഉരുളക്കിഴങ്ങ് ഇന്ന് മലയാളിയുടെ അടുക്കളയിലെ സ്ഥിരം സാന്നിധ്യമാണ്. സദ്യയിലും മറ്റും ഉരുളക്കിഴങ്ങ് ചേരാത്ത ഒരു വിഭവത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ വയ്യ. ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന കിഴങ്ങ് വർഗ്ഗവും ഇതുതന്നെയാണ്. വൈറ്റമിൻ സി, B6, പൊട്ടാസ്യം, നിയാസിൻ, ഫൈബർ എന്നിവയാൽ സമൃദ്ധവുമാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ ഉരുളക്കിഴങ്ങ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് നോക്കിയെങ്കിലും വിജയിക്കാനായില്ല. എന്നാൽ മട്ടുപാവിൽ തെങ്ങ് പോലും വളർത്തി വിജയം കണ്ട മലയാളി സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ട ഉരുളക്കിഴങ്ങ് ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത് നടക്കാനും തുടങ്ങിയിരിക്കുന്നു. കൃഷി ചെയ്യാൻ വിത്ത് ലഭിക്കാൻ ഒട്ടും പ്രയാസമില്ല. കടയിൽ നിന്ന് വാങ്ങിയ ഉരുളക്കിഴങ്ങിൽ നിന്ന് മുളച്ച ഉരുളക്കിഴങ്ങുകൾ വിത്തിനായി എടുക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഉരുളക്കിഴങ്ങുകൾ പെട്ടെന്ന് മുളയ്ക്കും. ചേന നടുന്ന പോലെ മുളകൾ വന്ന ഭാഗം നോക്കി 4 മുറിച്ച് നടാം. ഒക്ടോബർ, നവംബർ മാസങ്ങളാണ് ഉരുളക്കിഴങ്ങ് നടാൻ നല്ലത്. പൂഴി മണ്ണിലോ ചരൽ കൂടുതലുള്ള മണ്ണിലോ അധികം വളപ്രയോഗമൊന്നുമില്ലാതെ ഉരുളക്കിഴങ്ങ് നന്നായി വളരും. കിളച്ച് വൃത്തിയാക്കിയ വാരം കോരിയിട്ട മണ്ണിൽ വേണം കഷ്ണങ്ങളാക്കിയ ഉരുളക്കിഴങ്ങ് നടാനായിട്ട്. ഗ്രോ ബാഗിലായാലും നേരിട്ട് മണ്ണിലായാലും ഒരേ നടിയിൽ രീതി തന്നെയാണ്. അടിവളമായി ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ കലർത്തി വേണം മണ്ണൊരുക്കുവാനായിട്ട്. കിഴങ്ങ് കഷ്ണങ്ങൾ ഓരോന്നും മുള മുകളിലേക്ക് വരുന്ന രീതിയിൽ നടണം. മണ്ണിലാണെങ്കിൽ അടുപ്പിച്ച് നടരുത്. ഒരു ഗ്രോ ബാഗിൽ ഒരു കഷ്ണം വെച്ചാൽ മതിയാകും. വിത്ത് നട്ട് ദിവസവും നനച്ചു കൊടുക്കണം. വിത്ത് നട്ട് 30 ദിവസം കഴിയുമ്പോഴും 70 ദിവസം കഴിയുമ്പോഴും ചുവട്ടിൽ മണ്ണ് കൂട്ടി വളമിടണം. ഉരുളക്കിഴങ്ങിന് വെള്ളം ആവശ്യമാണ്. വേരുകൾ അധികം ആഴത്തിലേക്ക് വളരാത്തതിനാൽ കൂടെ വെള്ളം തളിച്ചു കൊടുക്കണം. വേപ്പിൻ പിണ്ണാക്ക് ചേർത്താൽ കീടങ്ങളെ അകറ്റാൻ സഹായകമാകും. 2 ആഴ്ച കൂടുമ്പോൾ ചാരം, ചാണകം തുടങ്ങിയ ജൈവവളങ്ങൾ ചേർക്കണം. നന്നായി വളർന്നു കഴിയുമ്പോൾ 2 ഇഞ്ച് കനത്തിൽ മേൽമണ്ണ് കയറ്റി കൊടുക്കണം. ഇലകളിൽ പുഴുക്കൾ ആക്രമിക്കാൻ സാധ്യത ഉള്ളതിനാൽ വേപ്പെണ്ണ മിശ്രിതം തളിക്കണം. 2 ആഴ്ച കൂടുമ്പോൾ ചാരം, ചാണകം തുടങ്ങിയ ജൈവവളങ്ങൾ ചേർക്കണം. നന്നായി വളർന്നു കഴിയുമ്പോൾ 2 ഇഞ്ച് കനത്തിൽ മേൽമണ്ണ് കയറ്റി കൊടുക്കണം. ഇലകളിൽ പുഴുക്കൾ ആക്രമിക്കാൻ സാധ്യത ഉള്ളതിനാൽ വേപ്പെണ്ണ മിശ്രിതം തളിക്കണം. ഇലകൾ വാടി തുടങ്ങുന്നതാണ് ഉരുളക്കിഴങ്ങ് പാകമാകുന്നതിൻ്റെ ലക്ഷണം. കൃഷി ചെയ്ത ഉരുളക്കിഴങ്ങിൻ്റെ ഇനമനുസരിച്ച് 80 മുതൽ 120 ദിവസങ്ങൾ കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങ് വിളവെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.